ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ഈസ് ട്രാൻസ്മിഷൻ ഗേറ്റ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്ക് കണ്ടല്ലേ. അപ്പോൾ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? NMOS ഡിവൈസസ് ക്യാൻ പാസ് എ സ്ട്രോങ് സീറോ ബട്ട് ദേ പാസസ് ഒൺലി എ വീക്ക് വൺ, വൈൽ PMOS ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് പാസസ് ഒൺലി എ വീക്ക് സീറോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി NMOSനെ പുൾ ഡൗൺ നെറ്റ്വർക്കായിട്ടും PMOSനെ പുൾ അപ്പ് നെറ്റ്വർക്കായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ CMOS ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്തായിരുന്നു, എങ്ങനെ വരച്ചുകൊണ്ടിരുന്നത്? ഡിമാർക്കേഷൻ ലൈൻ്റെ മുകളിൽ ഫുൾ PMOS ഡിവൈസസും താഴെ ഫുൾ NMOS ഡിവൈസസും വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ മുകളിലത്തേനാണ് പുൾ അപ്പ് നെറ്റ്വർക്ക് എന്നും താഴത്തേനെ പുൾ ഡൗൺ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ കാരണമാണ് ആക്ച്വലി PMOSനെ പുൾ അപ്പ് നെറ്റ്വർക്കായിട്ടും NMOSനെ പുൾ ഡൗൺ നെറ്റ്വർക്കായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ NMOS ആണെന്നുണ്ടെങ്കിൽ എന്തേ പറ്റുന്നുള്ളൂ? വീക്ക് വണ്ണേ പാസ് ചെയ്യുന്നുള്ളൂ അല്ലേ. നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്ക് ഇപ്പോൾ N ഡിവൈസസ് വെച്ചിട്ടുള്ള പാസ് ട്രാൻസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് പാസസ് ഉള്ളേ വീക്ക് വൺ, വൈൽ P വെച്ചിട്ടാണെങ്കിൽ വീക്ക് സീറോ. അപ്പോൾ ഈ രണ്ട് ഡിസഡ്വാൻറ്റേജസിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി ട്രാൻസ്മിഷൻ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു PMOS ആൻഡ് ആൻ NMOS ഡിവൈസ് ആർ പ്ലേസ്ഡ് ഇൻ പാരലൽ വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ദ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വിൽ ബി ഗെറ്റിംഗ് എ സ്ട്രോങ് സീറോ ആസ് വെൽ ആസ് എ സ്ട്രോങ് വൺ അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് ദാറ്റ് ഈസ് ബീയിങ് സപ്ലൈഡ്. അപ്പോൾ അതാണ് കാണിച്ചത്. അപ്പോൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. ദ കൺട്രോൾ സിഗ്നൽ ഗിവൺ ടു ദ ഗേറ്റ്സ് ആർ കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഒരെണ്ണത്തിന് ഞാൻ ഇപ്പോൾ അസ്യൂമിങ് C എന്ന് പറയുന്നതാണ് എൻ്റെ കൺട്രോൾ സിഗ്നലെങ്കിൽ ഒരെണ്ണം C ആണെങ്കിൽ മറ്റേതെന്ന് പറയുന്നത് C ബാർ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. PMOSൽ C ആണെങ്കിൽ NMOSൽ C ബാർ, നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അതേപോലെ. അത് മാത്രമാണ് നോക്കാനായിട്ടുള്ളത്. ഒരു NMOSന് കറസ്പോണ്ടിങ്ങിൽ ഒരു PMOSനെ പാരലായിട്ട് വെക്കുന്നു. ദെൻ കോംപ്ലിമെൻ്ററി കൺട്രോൾ സിഗ്നൽസ് ആർ ഗിവൺ ടു ദ ഗേറ്റ്സ്. അത്രയേ ഉള്ളൂ ആകെ കൂടെ ഡിഫറൻസ് ഫ്രം ദ പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ ഗേറ്റ് ബേസിക്കലി ആക്സ് ആസ് എ ബൈഡയറക്ഷണൽ സ്വിച്ച് വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ ദ ഗേറ്റ് സിഗ്നൽ. ഗേറ്റ് സിഗ്നലിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു വാല്യൂ ട്രാൻസ്മിറ്റ് ചെയ്യുമോ ഓ ട്രാൻസ്മിഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്വിച്ചിങ് നടക്കുമോ ഇല്ലയോ, ക്ലോസ് സ്വിച്ചും ഓപ്പൺ സ്വിച്ചും ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു. അതേപോലെ തന്നെ ഇവിടെയും വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ താഴെ ഡയഗ്രാം നോക്കിക്കേ, സർക്യൂട്ട് നോക്കിക്കേ. ഇനീഷ്യലി A എന്ന് പറയുന്നതിൻ്റെ ഇൻപുട്ട്, B എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ടാണ്, C എന്ന് പറയുന്നതിൻ്റെ കൺട്രോൾ സിഗ്നലാണ്. അപ്പോൾ C ഇപ്പം ആദ്യം ഇതിൽ മേളിൽ കാണിച്ചിരിക്കുന്ന NMOS അല്ലേ. C കൺട്രോൾ സിഗ്നൽ ഗേറ്റിൽ കൊടുത്തിരിക്കുന്നത്, മേളിൽ കാണിച്ചിരിക്കുന്നത് NMOS. അപ്പോൾ അതിന് താഴെ എന്താ കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലലി ഒരു PMOSനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. NMOSന് കറസ്പോണ്ടിങ്ങിലി പാരലായിട്ടൊരു PMOSനെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യം കൂടെ നോക്കണം? അതിൻ്റെ കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്നത് ഈസ് കോംപ്ലിമെൻ്ററി ഓഫ് ദ വൺ ഗിവൺ ടു ദ NMOS. അപ്പോൾ മേളിൽ NMOSന് C കൊടുത്തപ്പോൾ താഴെ PMOSന് എന്ത് കൊടുത്തു? C ബാർ കൊടുത്തു. കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്? C എന്ന് പറയുന്നത് ഇപ്പോൾ അസ്യൂമിങ് 1 ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്കറിയാം NMOS ഡിവൈസസ് ആർ ടേൺഡ് ഓൺ വെൻ ആൻ ഇൻപുട്ട് 1 ഈസ് ബീയിങ് സപ്ലൈഡ് ആണല്ലോ. അപ്പോൾ C ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ NMOS എന്ന് പറയുന്നത് വിൽ ബി ടേൺഡ് ഓൺ. ആ സമയത്ത് PMOS ഓൺ ആയിരിക്കുമോ? C ബാറാണ് നമ്മൾ PMOSന് കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. ദെർഫോർ C ബാർ അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും? C1 ആണെങ്കിൽ C ബാർ വിൽ ബി ഒബ്വിയസ്ലി 0. അപ്പോൾ 0 വരുമ്പം PMOS ഡിവൈസ് വിൽ ഓൾസോ ബി ടേൺഡ് ഓൺ. അപ്പോൾ C ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ബോത്ത് PMOS ആൻഡ് NMOS ആർ ബീയിങ് ടേൺഡ് ഓൺ. Therefore, the value given at A will be passed on to the output terminal B. ഇതാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. C1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനലി 2 MOS ഡിവൈസസ് ആർ ടേൺഡ് ഓൺ ആൻഡ് ദസ് ദ വാല്യൂ ഈസ് ബീയിങ് പാസ്ഡ്. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് തൊട്ട് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. ഇനിയിപ്പോൾ C0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? NMOS ടേൺ ഓൺ ആണോ? അല്ല, NMOS ഈസ് ടേൺഡ് ഓഫ്. സിമിലർലി PMOSന് ആ സമയത്ത് കിട്ടുന്ന C ബാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഗേറ്റിൽ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ദെയർഫോർ ബോത്ത് ആർ ഇൻ ദ കട്ട് ഓഫ് റീജിയൻ ഓർ ബോത്ത് ആർ ടേൺ ഓഫ്, വിച്ച് മീൻസ് they will be acting as an open switch. The value at the input will not be passed on to the output. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം ജസ്റ്റ് ഇപ്പോൾ ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ ഗേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നമുക്ക് ടോട്ടൽ എത്ര ട്രാൻസിസ്റ്റേഴ്സ് വേണ്ടി വരും? 4. ഇപ്പം
ഓൾറെഡി രണ്ടെണ്ണം ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഏതാണ്? ഒരു പി മോസും ഒരു എൻ മോസും. പിന്നെ താഴെ നമ്മൾ കൺട്രോൾ സിഗ്നലിനെ ഇൻവേർട്ട് ചെയ്യാനായിട്ട് സി ബാറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും രണ്ടെണ്ണം വേണ്ടി വരും. അങ്ങനെയാണ് ടോട്ടൽ 4 ട്രാൻസിസ്റ്റേഴ്സ് എഴുതിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാവുന്നൊരു അനദർ ഫോമിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇപ്പം എ ബാർ എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് ഇൻ ഔട്ട് എന്ന് പറയുന്നത് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി വരുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. ഇപ്പം നെക്സ്റ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്മിഷൻ ഗേറ്റ്. ഇപ്പം പറഞ്ഞു തന്നെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിനകത്തെ സിമ്പിൾ നോക്കുക. അതിൻ്റെ അകത്ത് സർക്കിൾ ഞാൻ ഡാർക്കാക്കി കാണിച്ചിരിക്കുന്നതാണ് പി മോസ്. ആ ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് അതിനകത്തെ നോട്ട്സ് ആണ്, അതുമായിട്ട് മാറിപ്പോകരുത്. അതിൻ്റെ കണക്ഷൻ ഇതില്ലാതെ വരച്ചാലും കുഴപ്പമില്ല. പി മോസിൻ്റെ സർക്കിൾ ബബിൾ കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു എങ്ങനെ വരുന്നത്, കൺട്രോള് സിഗ്നലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മാത്രമേ ദ ട്രാൻസ്മിഷൻ വിൽ ടേക്ക് പ്ലേസ് അല്ലേ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് 1 ആവുന്ന കേസ്. കൺട്രോൾ 1 ആണെന്നുണ്ടെങ്കിൽ മേളിൽ കാണിച്ചിരിക്കുന്നതാണ് എൻ മോസ്, താഴത്തെ ബബിളുള്ളതെന്ന് പറയുന്നതാണ് പി മോസ് അല്ലേ. അപ്പം എന്ത് ഓണായി? എൻ്റെ എൻ മോസ് ഓണായി. കൺട്രോൾ ബാർ ഉള്ളത് കൊണ്ട് എൻ്റെ പി മോസും ടേൺഡ് ഓണായി. അസ്യൂമിങ് ഞാൻ എ എന്ന് പറഞ്ഞ ഇൻപുട്ടിൽ 0 ആണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. then this will be acting as a closed switch, which means the value at A, അപ്പോൾ 0 will be passed on to the output B. അപ്പോൾ അതുകൊണ്ടാണ് ട്രൂത്ത് ടേബിളിൽ എയിൽ 0 വരുമ്പോൾ ബിയിലും 0 കാണിച്ചിരിക്കുന്നത്. then again assuming the control values remains the same, എയിൽ ഞാൻ 1 കൊടുത്തു, അപ്പോഴും എന്ത് തന്നെ സംഭവിക്കും? സെയിം തന്നെ ആയിരിക്കും. എയിലിരിക്കുന്ന വാല്യൂ ബിയിലേക്ക് പാസ് ഓൺ ചെയ്യും, വിച്ച് മീൻസ് ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും, ഡ്യൂ ടു ദ ലോ റെസിസ്റ്റൻസ് പാത്ത്. ഇനി കൺട്രോളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കൺട്രോൾ സിഗ്നലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ മോസ് എന്ന് പറയുന്നത് ഓഫായിരിക്കും. കൺട്രോൾ ബാർ ഉള്ളത് കൊണ്ട് പി മോസും ഓഫായിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് 0 കൊടുത്താലും 1 കൊടുത്താലും ശരി, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ എ ഹൈ ഇംപീഡൻസ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുത്താലും ദാറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ഓപ്പൺ സ്വിച്ച്. അതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ടിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ദെർഫോർ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൂലിയൻ എക്സ്പ്രഷനായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എഴുതാം ബി ഈസ് ഈക്വൽ ടു എ ആൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ എ ഡോട്ട് കൺട്രോൾ. കാരണം നോക്കിക്കുക, ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഔട്ട്പുട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ 0 വരുമ്പോൾ കൺട്രോളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0, 1 ഇൻറ്റു 1 1. അപ്പോൾ ദെർഫോർ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് എഴുതാം. ഇനിയിപ്പോൾ ഇത് ആ വർക്കിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ആ സ്വിച്ച് ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് പൊസിഷൻ കാണിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്നതാണ്. പിന്നെ അത് കൺട്രോൾ സിഗ്നൽസിനെ എനേബിൾ വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് എ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ, ബബിൾ ഉള്ളത് പി മോസ്, താഴത്തേത് എൻ മോസ്. അപ്പം ആദ്യത്തെ കേസ് നോക്കി, എനേബിൾ എന്ന് പറയുന്നത് 1, വിച്ച് മീൻസ് നമ്മളുടെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് 1 ആവുന്ന കേസ്. അപ്പോൾ നമുക്കറിയാം വാട്ട് എവർ ഈസ് ദെയർ ഇൻ ദ ഇൻപുട്ട് വിൽ ബി പാസ്ഡ് ഓൺ ടു ദ ഓർ വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ ഔട്ട്പുട്ട്. അപ്പോൾ എയിൽ 0 ഉണ്ട്, വൈയിലും 0 ഉണ്ട്, കാരണം ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ ഇവിടെ 0 എന്ന് പറയുന്നത് വീക്ക് 0 ആയിരിക്കുമോ സ്ട്രോങ് 0 ആയിരിക്കുമോ? ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി സ്ട്രോങ് 0. കാരണം നമുക്കറിയാം സ്ട്രോങ് 0 ഈസ് പാസ്ഡ് ഓൺ ബൈ ദ എൻ മോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഓൺ ആണ്, രണ്ടും ഒരെണ്ണം സ്ട്രോങ് 0യും മറ്റേത് വീക്ക് 0യും പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ബെറ്റർ വൺ വിൽ ബി ടേക്കൺ. അപ്പം നമുക്ക് എന്തായാലും സ്ട്രോങ് 0 പാസ് ചെയ്യുന്ന എൻ മോസിൻ്റെ പാത്തായിരിക്കും ഇവിടെ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് ലെവലായിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോൾ സിഗ്നൽ 1 തന്നെയാണ്, എനേബിൾ ഈസ് ഈക്വൽ ടു 1, എയിൽ 1 കൊടുത്തു. ദെൻ വൈയിലും നമുക്ക് ഇത് തന്നെ കിട്ടുന്നു, സ്ട്രോങ് 1. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏതിൻ്റെ ആയിരിക്കും എടുക്കുന്നത്? പി മോസിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് ലെവലായിരിക്കും എടുക്കുന്നത്. ദാറ്റ് വിൽ ബി ടേക്കൺ ടു ദ ഔട്ട്പുട്ട് വൈ. ദെൻ തേർഡ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് 0, വിച്ച് ഈസ് എനേബിൾ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കും ദിസ് വിൽ ബി ആക്ടിങ് ആസ് എ ഓപ്പൺ സ്വിച്ച്, വിച്ച് മീൻസ് വി വിൽ നോട്ട് ബി ഗെറ്റിംഗ് എനി ഔട്ട്പുട്ട് ഓർ ഇറ്റ് വിൽ ബി ഇൻ എ ഹൈ ഇംപീഡൻസ് സ്റ്റേറ്റ്.
ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് അതർ റെപ്രസെൻറ്റേഷൻസ് ആണ്. ഇതെല്ലാം നമുക്ക് റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അത് ഏത് വേണമെന്നുണ്ടെങ്കിലും കാണിക്കാൻ. അതിനകത്ത് ബബിൾ ഉള്ളതെന്ന് പറയുന്നത് PMOS, താഴത്തേന്ന് പറയുന്നത് ബബിൾ ഇല്ലാത്തതെന്ന് പറയുന്നത് NMOS. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം മാത്രം ടോപ്പ് ലെഫ്റ്റിലുള്ള ഡയഗ്രാം മാത്രം ആരോസ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് C ബാർ കൊടുത്തിരിക്കുന്നതാണ് PMOS ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആരോ പോകുന്ന പൊസിഷൻ നോക്കിയാൽ മതി. താഴത്തെ C കൊടുത്തിരിക്കുന്നത് NMOS ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ബബിൾസ് വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പാസ്റ്റ് ട്രാൻസിസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റേഷൻ കണ്ട പോലെ തന്നെ ഇവിടെയും നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റ്സ് വെച്ചിട്ട് ഓരോ ബേസിക് ഗേറ്റ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് XOR ഗേറ്റിൻ്റെ നോക്കാം. അപ്പോൾ ഇതിനകത്തൊന്നും നോക്കാനായിട്ടില്ല. പാസ്റ്റ് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ഗേറ്റ് വരയ്ക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പാസ്റ്റ് ട്രാൻസിസ്റ്റർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് XORൻ്റെ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. എന്തുവാ BA ബാർ പ്ലസ് B ബാർ A ഓർ B ബാർ പ്ലസ് A ബാർ B അല്ലേ. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് വരയ്ക്കാമെങ്കിൽ ഇനി ഒരേ ഒരു കാര്യം നോക്കിയാൽ മതി. ആ NMOSൻ്റെ തൊട്ട് താഴോട്ട് പാരലായിട്ടൊരു PMOS വരച്ചു കൊടുക്കുക. NMOSൻ്റെ കൺട്രോൾ സിഗ്നൽ ഇപ്പം A ബാർ ആണെങ്കിൽ PMOSൻ്റെ കൺട്രോൾ സിഗ്നൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് A കൊടുക്കുക. അപ്പോൾ താഴത്തെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? താഴെ വരയ്ക്കാൻ പോകുന്ന PMOSൻ്റെ കൺട്രോൾ സിഗ്നൽ എന്ത് കൊടുക്കണം? NMOSന് A ആണെന്നുണ്ടെങ്കിൽ താഴത്തെ പാസ്റ്റ് ട്രാൻസിസ്റ്ററിന് പാരലി നമ്മൾ വരയ്ക്കാൻ പോകുന്ന PMOSൻ്റെ കൺട്രോൾ സിഗ്നലിന് A ബാർ കൊടുക്കുക. അത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്ക് വരയ്ക്കുന്ന പോലെ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു PMOSനെ അതിന് പാരലായിട്ട് കണക്ട് ചെയ്യുക, ദെൻ കോംപ്ലിമെൻ്ററി ഗേറ്റ് സിഗ്നൽ കൊടുക്കുക. അത് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം A ബാർ എന്ന് പറയുന്നത് ഏതിനൊക്കെ പോയിട്ടുണ്ട്? A ബാർ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് മുകളിലും താഴെയും ഉള്ളത് കൊണ്ട് ഒരുമിച്ച് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ Aയും Bയും എല്ലാം B ബാറും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ വേണേൽ വരയ്ക്കാം. നമ്മൾ അല്ലെങ്കിൽ CMOSന് വരച്ച പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ മേളിൽ Pയിലും Nയിലുമുള്ള ഡിവൈസസിന് സെയിം ഇൻപുട്ട് A വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണക്ട് ചെയ്ത് വരയ്ക്കും, ചിലപ്പോൾ കണക്ട് ചെയ്യാതെ വരയ്ക്കും. അതിപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. only thing is അതിൻ്റെ ലേബലിംഗ് കറക്റ്റ് ആയിരിക്കണം. ലേബിളില്ലാതെ വെറുതെ ഓപ്പണൻസ് ഇട്ട് വെക്കരുത്. കറക്റ്റായിട്ട് അതിൻ്റെ ഇൻപുട്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോക്കിക്കേ, ഇപ്പം ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ജസ്റ്റ് B എന്ന് പറയുന്ന മേളിലത്തെ ടോപ്പ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉള്ളത്? B ഇൻപുട്ട് കൊടുക്കുന്ന പാസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കൺട്രോൾ സിഗ്നൽ എന്തുമായിരുന്നു? A ബാർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്ത് തൊട്ട് ഈ റൈറ്റ് സൈഡിലത്തെ ഡയഗ്രത്തിൽ അത് ഇൻവേർട്ട് ചെയ്ത് വരച്ചിരിക്കുന്നതേ ഉള്ളൂ, താഴത്തെ A ബാറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിന് പാരലായിട്ട് എന്ത് കണക്ട് ചെയ്തു? ഒരു PMOSനെ കൊടുത്തു. ദെൻ PMOSൻ്റെ അപ്പം സിഗ്നൽ എന്തായിരിക്കണം? A ബാറാണ് ആ പാസ്റ്റ് ട്രാൻസിസ്റ്ററിനുണ്ടായിരുന്നത് ഓർ NMOSനുണ്ടായിരുന്നത്. അപ്പം PMOSൻ്റെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് A കൊടുക്കുന്നു. സിമിലർലി താഴത്തെ നോക്കിക്കേ, B ബാർ ഇൻപുട്ട് കൊടുക്കുന്ന NMOS ഡിവൈസ് അല്ലേ. B ബാർ ഇൻപുട്ട് കൊടുക്കുന്ന NMOS ഡിവൈസിൻ്റെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് A ആണ് അല്ലേ. അപ്പോൾ P ഡിവൈസ് അതിന് പാരലലി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് ഷുഡ് ബി ഗിവൺ ആസ് A ബാർ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ. F ഈസ് ഈക്വൽ ടു A ബാർ B പ്ലസ് A B ബാർ. ഇപ്പോൾ സിമിലർലി 2:1 ബക്സ് യൂസിങ് ട്രാൻസ്മിഷൻ ഗേറ്റ് നോക്കുക. S എന്ന് പറയുന്നത് സെലക്ട് ലൈനാണ്. Y ഈസ് ദ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്സ് D0 D1. ഇപ്പോൾ Fനെ എങ്ങനെ എഴുതാം? F ഈസ് ഈക്വൽ ടു F എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് Y വരും ഔട്ട്പുട്ട്. ഓർ ദ ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് S ബാർ D0 പ്ലസ് S ഇൻറ്റു D1 അല്ലേ. അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ തൊട്ട് താഴെ രണ്ട് തരത്തിലും കാണിച്ചിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്മിഷൻ ഗേറ്റ്സിൻ്റെ സിമ്പിൾ വെച്ചിട്ട്, മറ്റത് സർക്യൂട്ട് ലെവലിൽ ഇംപ്ലിമെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയിരിക്കുന്നത് ജസ്റ്റ് ഒന്നുമില്ല, പാസ്റ്റ് ട്രാൻസിസ്റ്റർ നമ്മുടെ ഉണ്ടായിരുന്ന പൊസിഷനിൽ ജസ്റ്റ് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ ആ കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്നത് മാത്രം നോക്കിയാൽ മതി. താഴെ ഒറിജിനലി നമ്മൾ S കൊടുത്തിരുന്ന സമയത്ത് NMOSന് കൺട്രോൾ സിഗ്നൽ S കൊടുത്തപ്പോൾ ഇവിടെ PMOS കൂടെ കൊടുത്തപ്പോൾ അതിൻ്റെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് S ബാർ കൊടുത്തു ഫോർ D1 ഇൻപുട്ട്. സിമിലർലി D0 ഇൻപുട്ട് വരുന്ന കേസിൽ നമ്മൾ S ബാർ ആയിരുന്നു NMOSൻ്റെ
കൺട്രോൾ സിഗ്നലായിട്ട് കൊടുത്തത്. അപ്പോൾ പി മോസ് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോൾ സിഗ്നൽ ഷുഡ് ബി ഗിവൺ ആസ് എസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഡയഗ്രമാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ആ പാസ് ട്രാൻസിസ്റ്ററിൽ നമ്മൾ വരച്ച ഡയഗ്രംസ് ആയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. വ്യത്യാസമൊന്നും ജസ്റ്റ് ആ പാരലൽ കണക്ഷൻ കൊടുക്കുന്നതും അതേപോലെ തന്നെ കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്നതും മാത്രമേ ഇവിടെ വേരിയേഷൻ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ 4:1 മാക്സും ഓൾറെഡി അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ D0, D1, D2, D3 ഇൻപുട്ട്സ് ആണെന്ന് വിചാരിക്കുക. S0, S1 ആർ ദ സെലക്ട് ലൈൻസ് ആൻഡ് Y ഈസ് ദ ഔട്ട്പുട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടത് സെയിം തന്നെയാണ്. നമ്മൾ ഓൾറെഡി മക്സിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഡയഗ്രാം നമ്മൾ പാസ് ട്രാൻസിസ്റ്ററിലും ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തുവാണ്, പാസ് ട്രാൻസിസ്റ്റർ എൻ ഡിവൈസിൻ്റെ കൂട്ടത്തിൽ പി ഡിവൈസിനെയും കൂടെ പാരലായിട്ട് പ്ലേസ് ചെയ്യുന്നു. ദെൻ ആദ്യത്തെ ജസ്റ്റ് ഒന്ന് നോക്കി, ഏറ്റവും ടോപ്പിലെ റോ മാത്രം നോക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷൻ്റെ അകത്തെ Y is equal to S1 bar S0 bar D0 അല്ലേ. അപ്പോൾ D0 എന്ന് പറയുന്ന ഇൻപുട്ടാണ്, S0 bar S1 bar എന്ന് പറയുന്ന ഏതിന് കൊടുക്കുന്ന ഇൻപുട്ട്സാണ്, എൻ മോസുകൾക്ക് കൊടുക്കുന്ന ഇൻപുട്ട്സാണ്. ഇൻപുട്ട്സ് മീൻസ് കൺട്രോൾ ഇൻപുട്ട്സ്. അപ്പോൾ അതിന് പാരലലി നമ്മൾ എന്ത് കണക്ട് ചെയ്യണം, പി മോസ് ഡിവൈസസ് കണക്ട് ചെയ്യണം. S0 ബാർ കൊടുത്തിരിക്കുന്ന കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്ന എൻ മോസിന് പാരലലി കൊടുത്തിരിക്കുന്ന പി മോസിൽ എന്ത് കൊടുക്കണം, അതിൻ്റെ കോംപ്ലിമെൻ്ററി വാല്യൂ വിച്ച് ഈസ് S0 ഈസ് ഗിവൺ ആസ് ദ ഗേറ്റ് ഇൻപുട്ട് ടു ദ പി മോസ്. ഇനി അതിൻ്റെ കൊടുത്ത് കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ പാസ് ട്രാൻസിസ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, അതിൻ്റെ കൺട്രോൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്, S1 ബാറാണ് അല്ലേ. അപ്പോൾ S1 ബാറിന് കറസ്പോണ്ടിങ്ങിൽ നമ്മൾ എന്ത് വരയ്ക്കണം, ഒരു പാരലലി ഒരു പി മോസ് വരയ്ക്കണം. ആൻഡ് അതിൻ്റെ കൺട്രോൾ സിഗ്നൽ ഈസ് ദ കോംപ്ലിമെൻ്ററി ഓഫ് S1 ബാർ വിച്ച് ഈസ് S1. അപ്പോൾ അതേപോലെ നമുക്ക് ബാക്കി താഴോട്ടുള്ളതും അതേപോലെ തന്നെ വരച്ചെടുക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ ടോട്ടലി 20 ട്രാൻസിസ്റ്റേഴ്സ് വരും ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ. എങ്ങനെയാണ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൻ്റെ അകത്ത് ടോട്ടൽ 8 ട്രാൻസ്മിഷൻ ഗേറ്റ്സ് ഉണ്ട്. വിച്ച് മീൻസ് 8 × 2 16 ട്രാൻസിസ്റ്റേഴ്സ് വേണം. പിന്നത്തെ ഏതാണ്, +2 ആൻഡ് +2 എന്ന് പറയുന്നത് ഏതായിരിക്കും, S0ൻ്റെയും S1ൻ്റെയും ഇൻവേർട്ട് ചെയ്യാനായിട്ട് S0 ബാറും S1 ബാർ കിട്ടാനായിട്ട് 2 ഈച്ച് വേണം. ദെർഫോർ 16 + 2 + 2 ടോട്ടൽ നമുക്ക് 20 ട്രാൻസിസ്റ്റേഴ്സ് വേണം ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫോർ എ 4:1 മക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷന്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊരു ഒപ്റ്റിമൈസ്ഡ് ഫോമിൽ നമ്മൾ നേരത്തെ ട്രാൻസ്മിഷൻ ഗേറ്റ്സ് പാസ് ട്രാൻസിസ്റ്റേഴ്സ് പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വരയ്ക്കാം. കോമൺ ആയിട്ട് വരുന്നതിന് ഒപ്റ്റിമൈസ്ഡ് ചെയ്ത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വരയ്ക്കാം. ഇനി ഒരു കാര്യം നോക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഇവിടെ നമ്മൾ സീരീസ് ആയിട്ട് 2 ട്രാൻസ്മിഷൻ ഗേറ്റ്സ് വെക്കുന്ന കേസ് കണ്ടു അല്ലേ. അപ്പം നമുക്ക് മാക്സിമം സീരീസ് ആയിട്ട് 3 ലെവൽസ് വരെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ CMOS ഇൻവേർട്ടേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ആസ് ബഫേഴ്സ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത്രയും കോംപ്ലക്സിറ്റിയിൽ നമുക്ക് എക്സാമിന് വരത്തില്ലായിരിക്കും, എന്നിരുന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ വെച്ച് ചെയ്ത പോലെ തന്നെ ബേസിക് ഗേറ്റ്സ് എല്ലാം അതേപോലെ തന്നെ എനി ഗിവൺ ലോജിക് ഫങ്ഷൻ തന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ കമ്പയറിങ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആൻഡ് ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്. അപ്പോൾ നമുക്കറിയാം പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്തുവായിരുന്നു, ഇറ്റ് കനോട്ട് എഫിഷ്യൻ്റ്ലി പാസ് 1 and 0, പാസ് സ്ട്രോങ് 0 and 1 അല്ലേ. വീക്ക് 0യുടെ ആൻഡ് വീക്ക് 1ൻ്റെ ഇഷ്യൂ ആയിരുന്നു നമുക്ക് ബേസിക്കലി ഉണ്ടായിരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ബേസിക്കലി ഓവർകം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്. ഇറ്റ് ക്യാൻ എഫക്റ്റീവ്ലി പാസ് ബോത്ത് 0s and 1, which means strong 0 and strong 1 can be passed. But ഇവിടെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്, the number of gates is higher for transmission gate logic, or the number of transistors is less for pass transistor logic. That's all. Thank you.